120 കോടിയോളം വരുന്ന ഫോണുകളിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നതാണ്. ബിഗ് ബ്രദർക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ എല്ലാം ടെലിഫോണുകൾ കേൾക്കാനും കാണാനുള്ളൊരു അവസരം ഉണ്ടാക്കുക. നിരീക്ഷണത്തിന്റെ കരിമ്പടം പുതയ്ക്കാനുള്ള മാർഗമായിട്ടാണ് ഈ സഞ്ചാർ സാത്തി കൊണ്ടുവന്നിരിക്കുന്നത്. പൗരന്റെ സ്വകാര്യതയ്ക്ക് നേരെയുള്ള കടന്നാക്രമണമാണ്. രാജ്യം മുഴുവൻ നിരീക്ഷണത്തിലാണ്. ഭരണാധികാരികളുടെ നിരീക്ഷണത്തിൽ മനുഷ്യരെയും അവർ പിന്തുടരാൻ തുടങ്ങിയിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും പുതിയതൊന്നും കൂടി വരികയാണ് സഞ്ചാർ സാഥി ആപ്പ്. ഫോണിന്റെ മോഷണം തടയുക, സിം കാർഡിന്റെ വെരിഫിക്കേഷൻ ഉറപ്പാക്കുക എന്നൊക്കെയാണ് ലക്ഷ്യമെന്നാണ് നമ്മുടെ ഭരണകൂടവും ഭരണാധികാരികളും പറയുന്നതെങ്കിലും ഇത് നമ്മളുടെ ചിന്തകളെ പോലും ഒപ്പിയെടുക്കാൻ ശേഷിയുള്ള വലിയ മാരക വൈറസ് പോലത്തെ സംഗതി തന്നെയാണ്. 2025 ഡിസംബർ 1 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 2026 മാർച്ച് ആകുന്നതോടെ ഇന്ത്യയിൽ പുതുതായി നിർമ്മിക്കുന്ന എല്ലാ മൊബൈൽ ഫോണുകളിലും ഭാരത സർക്കാരിന്റെ സഞ്ചാർ സാഥി എന്ന ആപ്പ് മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്ത് ഇറക്കണമെന്നാണ് എല്ലാ മൊബൈൽ നിർമ്മാതാക്കളോടും സർക്കാരിന്റെ ആവശ്യപ്പെടൽ അല്ലെങ്കിൽ ഉത്തരവ്. ഇതിൽ നമ്മൾ പേടിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് പെഗാസസ് പോലത്തെ വല്ലതുമാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? എന്തിനാണ് സർക്കാർ നമ്മുടെ ഫോണിൽ ഒരു ആപ്പ് നിർബന്ധപൂർവ്വം നമുക്ക് താല്പര്യമില്ലാതെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്? എന്തിനാണ്? നമ്മൾ എവിടെയൊക്കെ പോകുന്നു, എന്തെല്ലാം ചെയ്യുന്നു, ആർക്കെല്ലാം ഫോൺ ചെയ്യുന്നു എന്നൊക്കെ അറിഞ്ഞിട്ട് സർക്കാരിന് എന്താണ് കാര്യം? ഒരു രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ കുറ്റവാളികളായി മാറുകയാണോ നിരന്തരം നിരീക്ഷിക്കാൻ? ആശിഷ് ജോസ് അമ്പാട്ട് പറയുന്നത് സഞ്ചാർ സാഥി എന്ന ആപ്ലിക്കേഷൻ വെറും ഒരു ജനസേവന ഉപാധി മാത്രമല്ല, മറിച്ച് കേന്ദ്ര സർക്കാർ പൗരന്മാർക്ക് മേൽ നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കുന്ന, നീക്കം ചെയ്യാൻ സാധിക്കാത്ത, നോൺ ഡിലീറ്റബിൾ ആയ ഒരു ഡിജിറ്റൽ മാസ് സർവൈലൻസ് ടൂൾ കൂടിയാണെന്ന് പറയേണ്ടി വരും. കാരണം സഞ്ചാർ സാഥി പൗരന്മാർക്ക് വേണ്ടിയുള്ള സേവനമല്ല, മറിച്ച് പൗരന്മാർക്ക് മേലുള്ള ഒരു വലിയ ചങ്ങലയാണ്. അത് നിങ്ങളുടെ മെസ്സേജുകൾ വായിക്കുന്നു, നിങ്ങളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നു, കോളുകൾ കേൾക്കുന്നു, ഫോൺ ഫോർമാറ്റ് ചെയ്താൽ പോലും അത് വിടാതെ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരം ഒരു ആപ്പ് നിർബന്ധിതമാക്കുന്നതിലൂടെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വകാര്യതയ്ക്കുള്ള മൗലികാവകാശം എന്നൊരു സംഗതിയുണ്ട്, റൈറ്റ് ടു പ്രൈവസി. അതിനെയാണ് സർക്കാർ വെല്ലുവിളിക്കുന്നത്. 2017 പുട്ടസ്വാമി വിധിയിൽ, പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ സുപ്രീം കോടതി വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്, സ്വകാര്യത എന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം ജീവിക്കാനുള്ള അവകാശത്തിന്റെ, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ ഭാഗമാണെന്ന്. സാങ്കേതിക വിദ്യയെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയല്ല, മറിച്ച് എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്താനും പൗരന്മാരെ സ്ഥിരമായി നിരീക്ഷണ വലയത്തിൽ നിർത്താനുമാണ് ഉപയോഗിക്കുന്നതെന്ന ഭീതി ഇന്ത്യൻ സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്തെ പൗരന്മാർക്കുണ്ടാകാൻ പാടില്ല. എന്നാൽ നിർഭാഗ്യവശാൽ സഞ്ചാർ സാഥി എന്ന ആപ്പ് വിരൽ ചൂണ്ടുന്നത് ഈ വഴിയിലേക്കാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരുപാട് പ്രധാന പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം, ഒരു സാധാരണ ഉപയോക്താവിന് ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാനോ ഡിസേബിൾ ചെയ്യാനോ ഇതിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനോ ഉള്ള അവകാശമില്ല. ഇതിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട അപകടം, ഒരു ആപ്ലിക്കേഷൻ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്പായിട്ട് നമ്മുടെ ഫോണിൽ വരുമ്പോൾ ഇൻ പ്രാക്ടീസ് ഒരു സിസ്റ്റം ആപ്ലിക്കേഷനായി മാറും. സാധാരണ ആപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഉപയോക്താവിന്റെ പ്രത്യേക അനുമതി ഇല്ലാതെ തന്നെ പല നിർണായക പെർമിഷനുകളും അതിന് സ്വമേധയാ ലഭിക്കും. മൂന്നാമത്തെ ഭീകരമായ കാര്യം, സ്റ്റേറ്റ് സ്പോൺസേർഡ് സ്പൈ വയറുകൾക്ക് സമാനമായ പ്രവർത്തന രീതിയാണിത്. ഓരോ അപ്ഡേറ്റിലും ഉപയോക്താവിന് അറിയാതെ പുതിയ നിരീക്ഷണ സംവിധാനങ്ങൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കാൻ BJP സർക്കാരിന് ഇതുവഴി സാധിക്കും. 4, ഈ ആപ്പിന്റെ ഡീകമ്പൈൽഡ് സോഴ്സ് കോഡ് പരിശോധിച്ചാൽ പുറമേ പറയുന്ന അവശ്യ സേവനങ്ങൾക്കപ്പുറത്തേക്ക് പൗരന്റെ സ്വകാര്യ ജീവിതം ഒപ്പിയെടുക്കാൻ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന പെർമിഷനുകളാണ് ഇതിൽ കോഡ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. 5-ാമത്തേത്, ആപ്പിന് മെസ്സേജിംഗ് മെറ്റാ ഡാറ്റ ആരെപ്പോൾ അയച്ചു, മാത്രമല്ല മെസ്സേജിന്റെ പൂർണ്ണ രൂപമായ മെസ്സേജ് ബോഡി തന്നെ വായിക്കാൻ സാധിക്കും. മെസ്സേജ് ആപ്പ് വഴിയുള്ള ബാങ്ക് OTPകൾ, ഷോപ്പിംഗ് ഡെലിവറി മെസ്സേജുകൾ, സ്വകാര്യ സംഭാഷണങ്ങൾ, രാഷ്ട്രീയ ചർച്ചകൾ എല്ലാം ഈ ആപ്പിന് കാണാനും കഴിഞ്ഞ ഒരു മാസത്തെ മെസ്സേജുകൾ ഫിൽറ്റർ ചെയ്ത് സെർവറിലേക്ക് അയക്കാനും സാങ്കേതികമായി ശേഷിയുള്ള അതിഭീകര ആപ്പാണിത്. 6, ഫ്രോഡ് റിപ്പോർട്ടിംഗിന് എന്ന പേരിൽ ആപ്പ് ശേഖരിക്കുന്നത് വലിയ ഡാറ്റയാണ്. ഫോൺ നമ്പറുകൾ മാത്രമല്ല, നമ്മൾ ഫോൺ ബുക്കിൽ സേവ് ചെയ്തിരിക്കുന്ന പേരുകൾ, കാസ്റ്റ് നെയിം അതടക്കം റീഡ് ചെയ്യുന്നു. ആരുമായി എത്ര നേരം എപ്പോൾ നിങ്ങൾ സംസാരിച്ചു എന്ന വിവരങ്ങളൊക്കെ ഉപയോഗിച്ച് ബിഗ് ഡാറ്റ ടൂളുകൾ വഴി ഒരു വ്യക്തിയുടെ സോഷ്യൽ ഗ്രാഫ് വരച്ചെടുക്കാൻ ഭരണകൂടത്തിന് സാധിക്കും. നിങ്ങൾ ഫോൺ അറ്റൻഡ് ചെയ്തോ, അതാ കോള് റിജക്റ്റ് ചെയ്തോ, അത് മിസ്ഡ് കോൾ ആണോ എന്ന് വരെ രേഖപ്പെടുത്താൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യ ഇതിലുണ്ട്.
ഏഴാമത്തേത് സോഷ്യൽ ഗ്രാഫ് എന്ന് പറയുന്നത് വ്യക്തികളും അവർ തമ്മിലുള്ള ബന്ധങ്ങളും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു ഡിജിറ്റൽ മാപ്പിംഗ് ആണ്. നിങ്ങളുടെ കോൾ ലോഗുകളും കോണ്ടാക്ട് ലിസ്റ്റും മെസ്സേജുകളും വിശകലനം ചെയ്ത് നിങ്ങൾ ആരുമായിട്ടാണ് അടുപ്പം പുലർത്തുന്നത് എന്നത്, നിങ്ങളുടെ സ്വാധീന മേഖലകൾ, അഭിരുചികൾ, ഇക്കണോമിക് ഹാബിറ്റുകൾ എവിടെയൊക്കെയാണ് കൃത്യമായിട്ട് വരച്ചെടുക്കാൻ ഈ ബിഗ് ഡാറ്റ ടൂളുകൾക്ക് സാധ്യമാണ്. ഇതുവഴി ഒറ്റ നോട്ടത്തിൽ ചിതറിക്കിടക്കുന്നെന്ന് തോന്നുന്ന നമ്മുടെ വിവരങ്ങളെ മുഴുവൻ കോർത്തിണക്കി ഓരോ പൗരന്റെയും വ്യക്തിപരവും രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ ബന്ധങ്ങളുടെ പൂർണ്ണമായൊരു ചിത്രം ഭരണകൂടത്തിന് ലഭിക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാൻ ഭരണകൂടത്തിന് കഴിയുമെന്നാണ്. എട്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, QR കോഡ് അല്ലെങ്കിൽ ബാർ കോഡ് സ്കാൻ ചെയ്യാൻ മാത്രമാണ് ക്യാമറ പെർമിഷൻ ഉപയോഗിക്കാൻ പറ്റൂ എന്നത് തിയററ്റിക്കലി തെറ്റായ വാദമാണ്. ഒരു ഇൻ പ്രാക്ടീസ് സിസ്റ്റം ആപ്പിന് ക്യാമറ പെർമിഷൻ ലഭിച്ചാൽ പശ്ചാത്തലത്തിൽ എപ്പോഴും ക്യാമറ പ്രവർത്തിപ്പിക്കാൻ സാങ്കേതികമായി യാതൊരു തടസ്സങ്ങളുമില്ല. ഒൻപതാമത്തേത്, നിങ്ങളുടെ ഫോൺ മുഴുവൻ ഫോർമാറ്റ് ചെയ്താൽ പോലും സിം കാർഡ് നിങ്ങൾ മാറ്റിയാലും പെർമനന്റ് ഡിവൈസ് ഫിംഗർ പ്രിന്റിംഗ് വഴി ഭരണകൂടത്തിന് നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ സാങ്കേതികമായി സാധിക്കും. ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്താൽ പോലും മാഞ്ഞു പോകാത്ത തരത്തിലുള്ള ടെക്നോളജിയാണിത്. 10, ഈ ആപ്ലിക്കേഷനിൽ സർട്ടിഫിക്കറ്റ് പിന്നിങ് ഇല്ല എന്നത് അതീവ ഗൗരവതരമായ സുരക്ഷാ വീഴ്ചയാണ്. ഇത് മാൻ ഇൻ ദ മിഡിൽ ആക്രമണങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്നാണ് ആശിഷ് പറയുന്നത്. സർക്കാരിൻ്റെ അറിവോടെ അല്ലെങ്കിൽ ഹാക്കർമാർക്ക് ഇതിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്ന ആർക്കെങ്കിലും വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് ഈ ആപ്പിൽ നിന്നുള്ള ഡാറ്റ ചോർത്താനോ ആപ്പിലേക്ക് തെറ്റായ വിവരങ്ങൾ കടത്തിവിടാനോ ഒക്കെ ഇതിലൂടെ സാധിക്കുമെന്ന അതിഭീകരമായ സംഭവമുണ്ട്. 11, മാൻ ഇൻ ദ മിഡിൽ ആക്രമണം എന്നത് 2 ഡിവൈസ് അല്ല എങ്കിൽ പ്രൊവൈഡർ യൂസറുകളുടെ തമ്മിലുള്ള ആശയവിനിമയത്തിനിടയിൽ മൂന്നാമതൊരാൾ രഹസ്യമായി നുഴഞ്ഞു കയറുന്നതിനെയാണ് മാൻ ഇൻ ദ മിഡിൽ എന്ന് പറഞ്ഞത്. ഈ ആപ്പിൽ സർട്ടിഫിക്കറ്റ് പിന്നിംഗ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ഫോണിനും സെർവറിനുമിടയിൽ കൈമാറുന്ന വിവരങ്ങൾ ചോർത്താനോ അതിൽ കൃത്രിമം കാണിക്കാനോ ഹാക്കർമാർക്ക് സാധിക്കും. ഒരു ഉപയോക്താവ് അറിയാതെ തന്നെ തെറ്റായ വിവരങ്ങൾ ഈ ആപ്പിലേക്ക് കടത്തിവിടാനും സ്വകാര്യ വിവരങ്ങൾ മോഷ്ടിച്ചെടുക്കാനും ഇതുവഴി അവസരമൊരുങ്ങും. എനിക്കിതൊക്കെ കേട്ടിട്ട് തന്നെ ശരിക്കും പേടിയാവുന്നേ. 12, നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജിലുള്ള ഫയലുകൾ വായിക്കാൻ മാത്രമല്ല അതിൽ മാറ്റം വരുത്തി മോഡിഫൈ ചെയ്യാൻ, പഴയത് ഡിലീറ്റ് ചെയ്യാൻ, പുതിയ ഫയലുകൾ കൂട്ടിച്ചേർക്കാനൊക്കെ മാരകശേഷിയുള്ള ആപ്പാണിത്. 13, ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഭീമ കൊറേഗാവ് കേസാണ്. ആഴ്സണൽ കൺസൾട്ടിംഗ് നടത്തിയ ഫോറൻസിക് കണ്ടെത്തലുകൾ ഇവിടെയാണ് പ്രസക്തമാകുന്നത്. റോണ വിൽസൺ, ഫാദർ സ്റ്റാൻ സ്വാമി തുടങ്ങിയ മനുഷ്യാവകാശ പ്രവർത്തകരുടെ കമ്പ്യൂട്ടറുകളിൽ നെറ്റ് വയർ എന്ന മാൽവെയർ ഉപയോഗിച്ചുകൊണ്ടാണ് പുറത്തുനിന്നൊരാൾ ഇവരറിയാതെ കത്തുകൾ, ഫയലുകൾ, സാധനങ്ങളൊക്കെ നിക്ഷേപിച്ചിട്ട് എവിഡൻസ് പ്ലാന്റ് ചെയ്തതാണെന്ന റിപ്പോർട്ട് വന്നത് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. പ്രതി ചേർക്കപ്പെട്ടവർ ഒരിക്കൽ പോലും തുറന്നു നോക്കാത്ത ഫയലുകൾ അവരുടെ ലാപ്ടോപ്പുകളിൽ പ്ലാന്റ് ചെയ്തു. ഇതിന്റെ പേരിൽ അവർക്കെതിരെ മോദി സർക്കാർ UAPA ചുമത്തി. ഫാദർ സ്റ്റാൻ സ്വാമി ജയിലിൽ കിടന്ന് തുള്ളി വെള്ളമിറങ്ങാതെ മരിച്ചത് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. സഞ്ചാർ സാധിക്ക് സ്റ്റോറേജിൽ റൈറ്റ് പെർമിഷൻ ഉള്ളിടത്തോളം ഭരണകൂടത്തിന് വേണമെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് ദേശവിരുദ്ധമായ ലഘുലേഖകളോ ചിത്രങ്ങളോ ഫയലുകളോ റിമോട്ടായി പ്ലാന്റ് ചെയ്യാൻ വളരെ ഈസി ആകും എന്നത് ഒരു പാരനോയിഡ് വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന സംഗതിയല്ല. സാങ്കേതിക സാധ്യത ഉണ്ട്. 14, ഈ ഫോൺ, സ്ലേറ്റ്, ഐഡന്റിറ്റി എന്നിവ റീഡ് ചെയ്യാൻ ഈ ആപ്പിന് സാധിക്കും. ഇത് ഡിവൈസിന്റെ ഫോൺ ആക്സസ് ചെയ്യാൻ ആപ്ലിക്കേഷനെ അനുവദിക്കുന്നതാണ്. ഈ ഒരൊറ്റ പെർമിഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ കൃത്യമായ ഫോൺ നമ്പറും ഡിവൈസിന്റെ സീരിയൽ നമ്പറും നിങ്ങൾ ഇപ്പോൾ ഒരു കോൾ ചെയ്യുകയാണോ അതോ നിങ്ങൾ കോൾ ആക്റ്റീവ് ആണോ എന്ന് തുടങ്ങി നമ്മളുടെ എല്ലാ കാര്യവും അറിയാൻ പറ്റും. അതോടൊപ്പം നിങ്ങൾ ഏത് നമ്പറിലേക്കാണ് കോൾ കണക്ട് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് തുടങ്ങിയ വിവരമെല്ലാം ഡിറ്റർമൈൻ ചെയ്ത് യൂസർ ആരുമായി എപ്പോൾ സംസാരിക്കുന്ന എന്നതിൻ്റെ ലൈവ് സ്റ്റാറ്റസ് എടുത്ത് നമ്മളെ കൂടെ നരേന്ദ്രമോദി നടക്കുന്ന പോലത്തെ ഒരു അനുഭവം ഉണ്ടാവുമെന്നാണ് എനിക്ക് മനസ്സിലായത്. 15ാമത്തെ പോയിന്റ്, ഫുൾ ഇന്റർനെറ്റ് ആക്സസ് ലഭ്യമാണ്. ഇത് നെറ്റ്വർക്ക് സോക്കറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ ആപ്ലിക്കേഷൻ അനുവദിക്കുന്നു. ഫോണിൽ നിന്ന് ശേഖരിക്കുന്ന സ്വകാര്യ വിവരങ്ങൾ പുറത്തേക്ക് അയക്കാൻ പറ്റും. ഇന്റർനെറ്റിൽ നിങ്ങളുടെ ഡിവൈസിൽ നിന്ന് എന്ത് ആക്ഷനും എടുക്കാൻ ഇതുവഴി ആപ്പിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇത്രയൊക്കെയാണ് ആശിഷ് ജോസ് അമ്പാട്ട് എഴുതിയത്. ഇത്രയും എഴുതിയാൽ പോരെ, ഇതിൽ കൂടുതൽ എന്തെഴുതും? എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് വായിച്ചിട്ട് തലകറങ്ങിപ്പോയി. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്നതുകൊണ്ടാണ് ഇവിടെ വന്ന് നിങ്ങളെടുത്ത് ഉടനെ പറയുന്നത്. കേട്ടിട്ട് തന്നെ പേടിയാവുന്നില്ലേ നിങ്ങൾക്ക്?
മുതിർന്ന മാധ്യമപ്രവർത്തകനായ രാജ്ദീപ് സർദേശായി ഇതേക്കുറിച്ച് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞെന്ന് ഞാൻ കുറച്ച് കാര്യം പറയാം. അദ്ദേഹം പറയുന്നു, ഉപഭോക്താക്കൾ ആദ്യമായി ഫോൺ സെറ്റപ്പ് ചെയ്യുന്നത് മുതൽ ഫോൺ പ്രവർത്തനക്ഷമമാകുമെന്നാണ് സർക്കാരിൻ്റെ ഉത്തരവ്. ആപ്ലിക്കേഷനോ അതിലെ ഫീച്ചറുകളോ യാതൊരു വിധത്തിലും ഉപഭോക്താക്കൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ആണ് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനെന്ന് മൊബൈൽ നിർമ്മാണ കമ്പനികൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ സർക്കാർ പറഞ്ഞത് മോഷ്ടിച്ചതോ വ്യാജമോ ആയ ഫോണുകളുടെ വിൽക്കല് വാങ്ങലൊക്കെ തടയുന്നതിനും സൈബർ സെക്യൂരിറ്റി, സൈബർ ഭീഷണി ഇല്ലാതാക്കുന്നതിനോ നഷ്ടപ്പെട്ടതോ മോഷ്ടിക്കപ്പെട്ടതോ ആയ മൊബൈൽ ഫോണുകൾ കണ്ടെടുക്കാനും ഫോണുകളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നാണ്. അത്രയും കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി ഇത് ഉപയോഗിക്കുന്നത് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി മൊബൈൽ കമ്പനികൾക്ക് വെറും 90 ദിവസം മാത്രമാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. നിയമം പാലിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് നൽകാൻ 120 ദിവസം എന്ന് വെച്ചാൽ അടിയന്തരമായി ഇത് നടപ്പാക്കാൻ വേണ്ടിയാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ടെലികോം അധികൃതരോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ആപ്പ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉപഭോക്താക്കൾക്ക് ലഭ്യമാണെങ്കിലും അതെല്ലാം ഈ ആപ്പ് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തത് എന്നതിനെയും അതിനെല്ലാം എന്തെല്ലാം പെർമിഷനുകൾ നൽകിയിട്ടുണ്ട് എന്നതിനെയെല്ലാം ആശ്രയിച്ചിട്ട് ഇരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ ഭീകരാവസ്ഥയാണ് ആശിഷ് ആദ്യം പറഞ്ഞത്. ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്താൽ പോലും നമ്മുടെ ഫോണിൽ നിന്ന് ഇത് പോവില്ല. എന്നിട്ട് ഒരാൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയപ്പോൾ അയാൾ കണ്ടുപിടിച്ച കാര്യം രാജ്ദീപ് പറഞ്ഞു, ഒന്ന്, നമ്മുടെ സിം കണക്ഷൻ തിരിച്ചറിയൽ രേഖ ആവശ്യപ്പെടും. 2, കോൾ ചെയ്യാനും കോൾ ലോഗുകളും സന്ദേശങ്ങളും പരിശോധിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. 3, എന്തെങ്കിലും തട്ടിപ്പ് നടന്നാൽ ഈ സർവീസിലൂടെ അത് റിപ്പോർട്ട് ചെയ്യപ്പെടും. 4, മുമ്പേ രജിസ്റ്റർ ചെയ്യപ്പെട്ട നമ്മുടെ IMEID ഓട്ടോമാറ്റിക് ആയിട്ട് ലോക്ക് ആവുകയാണ്. ഇതെല്ലാമാണ് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ സംഭവിച്ചതായി കണ്ടെത്തിയതായിട്ട് പറയുന്നത്. ഇത് നമ്മുടെ സ്വകാര്യതയെ ഹനിക്കും എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു തർക്കവുമില്ല. നമ്മുടെ ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ആപ്പ് പെർമിഷനുകളാണ് ഫോണിൽ നിന്നും സർക്കാരിന് ലഭിക്കുക എന്നത് പ്രവചിക്കാൻ പോലും കഴിയില്ലെന്ന് എല്ലാ വിദഗ്ധരും പറയുന്നുണ്ട്. ഇതൊരു സ്ഥിരമായ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ സ്വകാര്യത ഹനിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഭിന്ന അഭിപ്രായമുള്ള ഒരു വിദഗ്ധനും ഇന്ന് ഈ നാട്ടിൽ ജീവിച്ചിരിപ്പില്ല. നരേന്ദ്രമോദി, അമിത്ഷായും മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നിങ്ങളെല്ലാവരും സൂക്ഷിച്ചിരിക്കുക. ഇത് വലിയ അപകടമാണ്. വലിയ പുലി വരുന്നേ പുലി എന്നുള്ള നിലവിളി അല്ല ഇത്. റിയലായിട്ട് പുലി വന്നു കഴിഞ്ഞു. നമ്മളെ ഫോണിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ഇരുന്ന് ഈ ഊഞ്ഞാലിൽ ആടുന്നത് വരെ നരേന്ദ്രമോദിക്ക് തത്സമയം കാണാൻ പറ്റും. ഞാൻ എന്താണ് നിങ്ങളോട് സംസാരിക്കുന്നത്, ഏത് ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഇനി ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഈ BJP സർക്കാർ ഇരിക്കുന്നിടത്തോളം, ഇനി ഇത് ഇങ്ങനെ ഇരിക്കുന്നിടത്തോളം ഇവിടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ അടുക്കളയിൽ വരെ വന്ന് നമ്മുടെ ഫ്രിഡ്ജ് വരെ തുറന്നു നോക്കി നമ്മൾ എന്തൊക്കെയാണ് തിന്നുന്നതെന്ന് വരെ നോക്കിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ അതുകൊണ്ടൊക്കെയാണ് നാട് വിട്ടുപോയത് കേട്ടോ.